ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ്. കഴിഞ്ഞ ദിവസം പുതിയ ഓട്ടടയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ പാത്രം മേടിച്ചില്ലായിരുന്നോ? അത് മയക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഇതൊരു ദിവസം മൊത്തം ഈ കഞ്ഞിവെള്ളം ഈ ചട്ടി തന്നെ വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം പിന്നെ കുറച്ച് തേങ്ങാപ്പീര 1 സ്പൂൺ മതി, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി എടുക്കുവാണ്. ചട്ടിയുടെ എല്ലാ വശത്തും ആവുന്ന പോലെ വേണം തിരുമ്മിയെടുക്കാൻ വേണ്ടിയിട്ട്. മണ്ണിൻ്റെ കളറിലുള്ള ചട്ടി അല്ലാതെ കറുത്ത കളറിൽ നമ്മൾ മേടിക്കുന്ന ചട്ടിയൊക്കെ മയക്കിയിട്ടാണ് നമുക്ക് തരുന്നത്. ഇത് പിന്നെ അപ്പം ഉണ്ടാക്കാനുള്ള ചട്ടി ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കുകയെല്ലാം ചെയ്തെങ്കിലോ എന്ന് ഓർത്തിട്ട് ഒന്നുകൂടെ മയക്കി എടുക്കുന്നതാണ്. അല്ലാതെ മീൻ കറി വെക്കാനൊക്കെ മേടിക്കുന്ന ചട്ടി ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് അങ്ങനെ തന്നെ കറി വെക്കാൻ എടുക്കുക കേട്ടോ സാധാരണ ചെയ്യുന്നത്. രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഓട്ടടയാണ് ഉണ്ടാക്കിയത്. പിന്നെ ചിക്കൻ കറിയും വെക്കണം. ചിക്കൻ ഇന്നാൾ കുറച്ച് മേടിച്ചേത്തിന് ഞാൻ ശകലം എടുത്ത് വെച്ചതാണ്. അത് കറി വെക്കാൻ വേണ്ടിയിട്ട് പട്ടയും ഗ്രാമ്പൂവും ഏലക്കായും പെരിഞ്ജീരകവും കുരുമുളകും എല്ലാം കൂടെ കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തു. ഇത്രയും മസാല വേണ്ട, ഇത് പൊടിക്കാനുള്ള സൗകര്യത്തിന് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതാണ്. 1 സ്പൂണൊക്കെ ആ പൊടിച്ച മസാലയിൽ നിന്ന് ചേർത്താൽ മതി. പിന്നെ മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ നല്ല ചുവക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉപ്പും ചേർത്തു, നേരത്തെ പൊടിച്ച മസാലയും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കനും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം അരിഞ്ഞൊക്കെ എടുത്തു. പിന്നെ എണ്ണ ഒഴിച്ചു ചീനച്ചട്ടിയിൽ. എന്നിട്ട് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇടാവേ. ഒരു വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഒന്ന് അടച്ചൊക്കെ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുത്തു. അത് കഴിഞ്ഞ് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഇവിടെയുള്ള മുളക് പൊടിക്കൊക്കെ നല്ല എരിവുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്തതിനകത്തേക്ക് നേരത്തെ മസാലയൊക്കെ തിരുമ്മി വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി, വെള്ളമൊന്നും ഒഴിക്കണ്ട, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചേട്ടായി ഒരു കയറിക്കൂടലിൻ്റെ പരിപാടിക്ക് പോയേക്കുന്നതുകൊണ്ട് ഞാനും പിള്ളേരും മാത്രമേ രാത്രി ഭക്ഷണം കഴിക്കാനുള്ളൂ. പിന്നെ പിറ്റേ ദിവസത്തേക്ക് ബാക്കി ചിക്കൻ കറി ഞാൻ ഉരുളക്കിഴങ്ങും പിന്നെ കുറച്ച് തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് കറിയാക്കിയിട്ട് പിറ്റേ ദിവസം ഓട്ടട തന്നെ ഉണ്ടാക്കിയത്. തലേദിവസം രാത്രിയിൽ ഓട്ടട ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇവിടെ ചിക്കൻ മേടിക്കുമ്പോഴൊക്കെ അത് സ്ഥിരമായിട്ട് വെക്കുന്നത് ചേട്ടായി തന്നെയാണ്. വല്ലപ്പോഴും ഒക്കെ ചേട്ടായി ഇല്ലാത്തപ്പോഴേ ഞാനിങ്ങനെ കറി വെക്കാറുള്ളൂ. ഞാൻ വെക്കുന്നതിനേക്കാളും ടേസ്റ്റായിട്ട് ചേട്ടായി തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ചേട്ടായി വെക്കുന്ന പോലെ നോക്കി വെച്ചാലും എനിക്കത് അത്ര ശരിയായിട്ടൊന്നും വരത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ ഈ പണിക്ക് നിൽക്കത്തില്ല, ചേട്ടായി തന്നെയാണ് കൂടുതലും വെക്കുന്നത്. ബീഫൊക്കെ മേടിക്കുമ്പോൾ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് ചേട്ടായിക്ക് അത്ര വശമില്ല. ചേട്ടായി ചിക്കൻ വെക്കുന്നത് കുക്കറിലാണ് കേട്ടോ. ഇങ്ങനെ ചട്ടിയിലിട്ട് കുറച്ച് സമയം എടുത്ത് വേവിക്കുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാം പെട്ടെന്നാവണം. അന്നേരം കുക്കറിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും വെക്കുന്നത്. ഈ ഓട്ടട ഉണ്ടാക്കുന്ന ചട്ടി പണ്ട് എനിക്കുണ്ടായിരുന്നു. അത് പൊട്ടിപ്പോയിട്ട് പിന്നെ മേടിച്ചിട്ടൊന്നുമില്ല. പിന്നെ കുറേ നാളായിട്ട് ഇപ്പോൾ ഓട്ടട ഉണ്ടാക്കലും ഇല്ലായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ ഈ മൺചട്ടിയൊക്കെ മയക്കിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഓട്ടടയൊക്കെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നു. അതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസവും ഓട്ടട തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞാൻ 1 ഗ്ലാസ് പിന്നെ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ അത് കഴുകി അരച്ചൊക്കെ എടുക്കണം. അതിനു മുമ്പേ തലേദിവസത്തെ ചിക്കൻ കറി ബാക്കിയുണ്ടല്ലോ, അതിനകത്തേക്ക് ഉരുളക്കിഴങ്ങും സവാളയും നന്നായിട്ട് വഴറ്റി ചേർത്തു. കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേകുന്നിടം വരെയും സവാളയും ഉരുളക്കിഴങ്ങും കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ചിക്കനകത്തേക്ക് ചേർത്ത് വെള്ളമൊക്കെ ഒഴിക്കുന്നത്. പിന്നെ തേങ്ങായും ശകലം പെരിഞ്ജീരകവും കൂടെ അരച്ച് ഒഴിക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് തേങ്ങ വറുത്തരച്ചിട്ടോ അല്ലെങ്കിൽ പച്ചത്തേങ്ങ അരച്ചിട്ടോ ഉള്ള കറികൾ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓട്ടോയുടെ കൂടെ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തേങ്ങ അരച്ചിട്ടുള്ള കറി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തേങ്ങയൊക്കെ അരച്ച് തലേദിവസം കറി വെക്കുമ്പോഴേ വിചാരിച്ചതായിരുന്നു പിറ്റേ ദിവസം തേങ്ങ അരച്ച് കറി ആക്കണം, എന്നിട്ട് ഓട്ടട ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ 1 ഗ്ലാസ് പച്ചരി തലേദിവസം രാത്രിയിൽ കുതിർക്കാൻ വെച്ചത്. അത് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കുതിർക്കാൻ ഇട്ടത്. പിന്നെ രാവിലെ വെള്ളത്തിൽ നിന്ന് വാരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. 1/4 ഗ്ലാസ് ചോറ്, 1 ഗ്ലാസ് പച്ചരിക്ക് 1/4 ഗ്ലാസ് ചോറ്. പിന്നെ തേങ്ങ നമുക്ക് എത്രയും വേണോ അത്രയും ചേർക്കാം. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് എടുത്തേക്കുന്നത്. 1/2 ഗ്ലാസോ 3/4 ഗ്ലാസോ തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളുപ്പ്, 1 സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ വേണ്ടത് നല്ല തിളച്ച വെള്ളം കേട്ടോ. തിളച്ച വെള്ളം അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും ആരെടുത്ത പോലെ ആയി വരാൻ വേണ്ടിയിട്ടൊക്കെ. നമ്മൾ കുക്കറപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ആരെടുത്ത പോലെ വരികയില്ലേ, അതുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തിളച്ച വെള്ളം ഒഴിക്കുന്നത്. ഓട്ടട ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തന്നു കേട്ടോ. ദോശമാവിൻ്റെ അയവിലാണ് കലക്കി എടുക്കേണ്ടത്. ഒത്തിരി വെള്ളമായി പോകല്ലേ. പിന്നെ മൺചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷമേ അപ്പം ഒഴിക്കാവുള്ളൂ. എന്നാലേ ശരിയായി കിട്ടത്തുള്ളൂ. ചട്ടി നല്ല ചൂട് വേണം.
ഇതിലേക്ക് അപ്പക്കാരോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല, മാവ് പൊങ്ങാനൊന്നും വെക്കുന്നില്ല. ഇങ്ങനെ ചോറും പിന്നെ ഈ തിളച്ച വെള്ളമൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങിയൊക്കെ കിട്ടുവേ. അപ്പോൾ മാവ് ഒഴിക്കുന്നുണ്ട്, ഒരു ഇച്ചിരി കട്ടിയിലാണ് ഒഴിക്കുന്നത്. ഈ ഓട്ടട 2 രീതിയിലുണ്ടാക്കാം. ആദ്യം ഞാൻ മാവ് ഒഴിച്ചിട്ട് ഹോൾസൊക്കെ വന്ന് കഴിഞ്ഞിട്ടാണ് അടച്ച് വെക്കുന്നത്. അതല്ലാതെ നമുക്ക് ഒഴിച്ച പാടെ അടച്ച് വെച്ചിട്ടും ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഹോൾസ് വന്നിട്ട് അടച്ച് വെച്ച് ഉണ്ടാക്കി എടുത്ത അപ്പമാണ്. അപ്പോൾ നടുക്ക് ഇങ്ങനെ മാവ് പൊങ്ങിയിരിപ്പില്ല. മറ്റേത് നമ്മൾ ഒഴിച്ച് അപ്പം തന്നെ അടച്ച് വെക്കുവാണെങ്കിൽ നടുഭാഗം ഇങ്ങനെ ഹോൾസ് ഇല്ലാതെ മാവ് പൊങ്ങിയ പോലെ ഇരിക്കുവേ. പച്ചരി ആദ്യം അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടിക്ക് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് മാവ് കലക്കി പരുവത്തിന് ആക്കിയെടുക്കുന്നത്. പിന്നെ ചട്ടിയിൽ നിന്ന് ഈ അപ്പം എടുക്കുമ്പം കൈക്കലത്തുണി കൂട്ടി പിടിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ബലം പിടിച്ചൊക്കെ എടുക്കുമ്പം മൺചട്ടിയല്ലേ, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഒരു തുണി കൂട്ടി പിടിച്ചിട്ട് വേണം അപ്പം എടുക്കാൻ വേണ്ടിയിട്ട്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. ഇന്നൊരു ചെറിയ വീഡിയോയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.